ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. കുമളിയിൽ നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. നീരൊഴുക്ക് കൂടിയതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് ഒഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടി. മഴ ശക്തമായതോടെ കയ്യിലൊതുങ്ങുന്ന സാധനങ്ങളുമായി സ്വന്തം വീടുകളിൽ നിന്ന് ദിവസവും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറേണ്ട അവസ്ഥയിലാണ് ആളുകൾ. ഇന്നലെ രാത്രി 9 മണി മുതൽ 12 മണി വരെ പെയ്ത മഴയിലാണ് കുമളിയിൽ വെള്ളം പൊങ്ങിയത്. മിനിങ്ങാന്ന് വൈകിട്ട് കയറിയിട്ട് ഇന്നലെ എല്ലാം തൂത്തുവാരി എല്ലാം കഴുകിപ്പറക്കിയൊക്കെ ഇട്ടതാ. അന്നേരം തന്നെ ഇന്നലെ 9:30 മഴ പെയ്ത് കയറിയിരിക്കുന്നത്. ഒരു 100ഓളം വീടുകളിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. കാരണം എന്നാ വെച്ചാൽ കട്ടില്, മേശ, ബെഡ്, തുണികള്, പുസ്തകം, ആഹാര സാധനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുമളി 1-ാം മൈലിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലാണ് മലവെള്ളപ്പാച്ചിലിന് കാരണം. കുമളി ആനവിലാസൻ റോഡിൽ പല സ്ഥലത്തും മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിലെ മൺകൂനയിൽ ബൈക്ക് ഇടിച്ചു കയറി വെള്ളാരംകുന്ന് സ്വദേശി തങ്കച്ചൻ മരിച്ചു. മുല്ലപ്പെരിയാറിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതോടെ പെരിയാറിന്റെ തീരത്തെ വീടുകളിൽ വെള്ളം കയറി. ഡാം മുറുകുമ്പോൾ ഏറ്റവും ഫസ്റ്റ് കയറുന്ന കറുപ്പാല ഏരിയയിലെ ഈ കർഷിക്കാട് ആറ്റോരമാണ് ഇത്. പിള്ളേരെ കൊണ്ട് ഇഞ്ചിക്കാട്ടി വിട്ടിരിക്കുക. ഞങ്ങൾ ഒന്നും വയ്യാത്ത രാത്രിയൊന്നും ഒരു പൊട്ടം ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ സാധനങ്ങളെല്ലാം എടുത്ത് റോഡിലോട്ട് കയറ്റിയിടും. എല്ലാം കെട്ടി മേളി പൊക്കി എടുത്ത് വെക്കും. പകൽ മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും രാത്രിയോടെ ശക്തമാകുന്നതാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ ജീപ്പ് സഫാരിയും സാഹസിക ജല വിനോദങ്ങൾക്കും ഉൾപ്പെടെ നിയന്ത്രണം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.